അനങ്ങിപ്പോയ അവളുടെ കഴുത്ത് ഞാൻ ആർക്കും. ഓഹോ, ഇതുവരെ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നല്ലേ? പിടിച്ച് കെട്ടടയന്മാരെ. ഞാൻ അറിയാതെ ഒരു ദൈവിക ശക്തി ഇവരുടെ സഹായത്തിന് എത്തിയിട്ടുണ്ട് ഇവിടെ. ഇനി ഒരു ദൈവിക ശക്തിക്കും ഇവിടെ നിന്റെ മുന്നിൽ സാന്നിധ്യം അറിയിക്കാൻ പറ്റില്ല. ഗഗൻ, ഇതാ നിന്റെ സമയം. ഇനി ഒന്നും ആലോചിക്കാനില്ല. വേഗം ഇവളുടെ കഴുത്തിൽ താലി കെട്ടടാ. വേണ്ട. നിൽക്ക്, താലി കെട്ടാൻ വരട്ടെ. വാടാ. ഗഗൻ, നീ എന്താ അവിവേകമായി കാണിക്കുന്നേ? ഒരു പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് താലിയിട്ടാ നോക്കുന്നോ? അതെങ്ങനെ ഒരു കല്യാണമാകും? യമുനയും അവള് പറയുന്നത് ഞാൻ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടണമെന്നാ. അതെന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. അല്ലാതെ താലി എണിക്കാൻ അവള് സമ്മതിക്കുകയില്ല. പിന്നെ എന്റെ മുമ്പിൽ ഇതേ ഒരു വഴിയുള്ളൂ. അരുത് ഗഗൻ, അങ്ങനെ അവളുടെ സമ്മതമില്ലാതെ നീ അവളെ താലി കെട്ടരുത്. അങ്ങനെ ചെയ്താൽ പോലും ഈ വിവാഹം ഒരിക്കലും സാധുവരിക്കില്ല. കുറഞ്ഞപക്ഷം അവളുടെ അച്ഛന്റെയോ അമ്മയുടെയോ അനുവാദത്തോടെ വേണം നീ ആ കർമ്മം നടത്താൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുണ്ട്. ഇല്ലെങ്കില് ഞങ്ങൾ ഇതൊരു കല്യാണമായിട്ട് അംഗീകരിക്കില്ല. യമുന പറയുന്നതിൽ കാര്യമുണ്ട് മൂർത്തിമാവ. എന്ത് കാര്യം? നീ അതൊന്നും കേൾക്കാൻ നിൽക്കട്ടെ. വേഗം അവളുടെ കെട്ടിൽ താലി കെട്ടാൻ നോക്ക്. ഇത് മറ്റാരോ ആണ്. നിങ്ങൾ എന്ത് അവിവേകമായി പറയുന്നേ? ഞാൻ ഇവന്റെ സഹോദരിയും ഇതെന്റെ ഭർത്താവുമാണ്. ഇവന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്. എന്റെ മൂർത്തികളെ, ഇത് മായാവിദ്യയാൽ ഇവരെ സഹായിക്കാൻ വന്ന ദൈവിക ശക്തികളാണെന്ന് എനിക്ക് സംശയമുണ്ട്. എന്റെ സംശയം ജ്വലീകരിക്ക്. ഞാൻ പറഞ്ഞില്ലേ,
ഇത് നിന്റെ സഹോദരിയുമല്ല, ഇവൻ നിന്റെ സഹോദരിയുടെ ഭർത്താവുമല്ല. ഇത് അവൾക്കും അവന്മാർക്കും വേണ്ടി വന്ന ദൈവിക ശക്തികളാ. നിന്റെ മുന്നിൽ ഞാനിത് തെളിയിച്ചു തരാം. ചതിക്കായിരുന്നല്ലേ നിങ്ങൾ തന്നെ? എങ്കിൽ നിങ്ങൾ അതിന്റെ ഫലം അനുഭവിക്കും. വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോ. പോകാൻ. ദേവുട്ടി ഭയപ്പെടണ്ട കേട്ടോ. നിങ്ങൾ വേഗം ദേവൂട്ടിയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. കൂടുതൽ സമയം ഇവിടെ നിൽക്കണ്ട. അപ്പോ നിങ്ങളോ? ഞങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ വേഗം ദേവൂട്ടിയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ദേവൂട്ടി വിഷമിക്കണ്ട, നമുക്ക് അവരെ രക്ഷിക്കാം. ചേച്ചി ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളില്ലേ കൂടെ. ചേച്ചി വാ, നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം. വാ.